വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DRL ഫോഗ് ലാമ്പ്, ഹോൺ ഉണ്ടായിരുന്നു, ഇൻഫർടൈൻമെന്റ്, 4 സ്പീക്കേഴ്സ്, ക്യാമറ, അതേപോലെ തന്നെ സെൻട്രൽ ലോക്കും കൂടി ഉണ്ട് കേട്ടോ. മാനുവൽ സെൻട്രൽ ലോക്ക് ഉള്ള വണ്ടിയാണ്. നമുക്ക് സെപ്പറേറ്റ് എല്ലാ ഡോറിലും ആക്സിഡേഴ്സ് ഒന്നും സെറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഇതിന്റെ മാനുവൽ യൂണിറ്റിലേക്ക് ഇത് എടുത്ത് കൊടുത്താൽ മതി. ഇതാണ് അതിന്റെ ഫ്ലിപ്പ് കീ കേട്ടോ. നമ്മൾ വണ്ടിയുടെ കീ ആയിട്ട് പ്രോഗ്രാം ചെയ്യണം. ഇത് സ്പെയർ ആയിട്ട് വരുന്ന കീ ആണ് വന്നിട്ടുള്ളത്, ഹാങ്ങിങ് കീ കേട്ടോ. അപ്പൊ ഇതാണ് സെൻട്രൽ ലോക്കിന്റെ ഞാൻ വർക്കിംഗ് കാണിച്ചു തരാം. വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് പോയിട്ട് എങ്ങാനും നമ്മൾ ഡോർ തുറക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇഗ്നീഷൻ ഓൺ ആവണമെങ്കിലോ സൈറൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും 2 ഡോർ തുറന്നാലും. പിന്നെ നമ്മളെ ഫോഗ് ലാമ്പ് DRL ടൈപ്പ് ഫോഗ് ലാമ്പാണ്. ഞാൻ ടാറ്റ പഞ്ചിനൊക്കെ ഒരുവിധം എല്ലാ വണ്ടിക്കും നമ്മൾ ഈ ഒരു ടൈപ്പ് ഫോഗ് ലാമ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബലേനക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ഇട്ടാ. റിംഗ് ഉണ്ടാവും, ഇൻഡിക്കേറ്റർ ഉണ്ടാവും, അത്യാവശ്യം നല്ല ബെറ്ററുള്ള ഫോഗ് ലാമ്പായിരിക്കും. ഫോൺ കണ്ടില്ല, ഇത് നമ്മൾ എഞ്ചിൻ റൂമിലാണ് സെറ്റ് ചെയ്തായിരുന്നത്. പിന്നെ കംപ്ലൈന്റും ഉണ്ട്, നമ്മൾ ഹെല്ലയുടെ ഫോൺ ആക്കിയിട്ടുണ്ട്. ആ ഒരു എഞ്ചിൻ റൂമിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ബമ്പറിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. അത് ആക്കാൻ കാരണം വെച്ചാൽ ഇത് നമ്മൾ എഞ്ചിൻ റൂമിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് ഭയങ്കര രീതിയിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും ഹോൺ അടിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അത് മാറ്റി ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. DRL കീ ഓൺ ആക്കുമ്പോൾ DRL വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സൈഡിൽ വെച്ചാൽ ആ ഒരു സൈഡിലേക്ക് വരും. പിന്നെ ഫോഗ് ലാമ്പിന് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓൺ അടിച്ച് കയറ്റിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഹോൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇൻഫർടൈൻമെന്റ് ഓഫർ സ്റ്റീരിയോ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കേട്ടോ. 7800 നമ്മൾ കൊടുക്കുന്ന ഓഫർ സ്റ്റീരിയോ ആണ്. പാനല് 1300 രൂപ പാനൽ വരും. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള നമ്മുടെ ഡാഷ്ബോർഡിന് മാച്ച് ആയിട്ടുള്ള ഒരു പാനലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കോആക്സൽ സ്പീക്കേഴ്സ് ആണ് പയനിയറിന്റെ 3300 കൊടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ 4 ഡോറിലും കോവാക്സിൽ സ്പീക്കേഴ്സ് ആണ്. കോമ്പോണന്റ് ആക്കാം, പക്ഷെ കോവാക്സിലും അത്യാവശ്യം എൻട്രിയിലായിട്ടുള്ള സ്പീക്കറാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലുക്കിൽ വന്നിട്ടുള്ളത് നമ്മൾ ആപ്പിൾ കാർപ്ലേ പുള്ളിയുടെ കണക്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ മാപ്പും അതുപോലെ സ്പോട്ടിഫൈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഫോൺ എടുക്കാണ്ട് തന്നെ പാട്ട് കാര്യങ്ങൾ വെക്കാം, ഇതിൽ ഫോൺ വിളിക്കാം, അറ്റൻഡ് ചെയ്യാം, എല്ലാം പറ്റും ഇതിൽ. അപ്പോൾ 7800 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റത്തിന്. അപ്പോൾ ഉള്ളതിലും വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലായിട്ടുള്ള ഒരു സ്റ്റീരിയോ ആണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു ഐറ്റത്തിന് വന്നിട്ടുണ്ട്. 2 ബജറ്റ് ഒറിജിനൽ ആയിട്ട് വരുന്നതാണ്. അത്യാവശ്യം ട്യൂൺ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇക്വലൈസർ മോഡുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഒരുപാടെണ്ണം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഭാവിയിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു കോആക്സൽ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി കാണിക്കാം. അതിന് മുമ്പ് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ക്യാമറ ക്വാളിറ്റി ഞാൻ കാണിക്കാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ക്യാമറ വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പിന്റെ വെട്ടം ജസ്റ്റ് ഞാൻ സ്വിച്ച് ഓൺ ആക്കി നിങ്ങളെ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമ്മളൊരു യൂണിവേഴ്സൽ സ്വിച്ച് ആണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലുണ്ട്. ഫോഗ് ലാമ്പ് ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു തരാം. ഇത് പാർക്ക് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഫോഗ് ലാമ്പ് ഇടുമ്പോൾ ആ ഒരു കത്തുട്ടോ. ഇത് വർക്ക് എങ്ങനെ വെട്ടം കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഇപ്പോൾ വണ്ടി പോകും. അതുകൊണ്ട് മുമ്പേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഫോഗ് ലാമ്പിന്റെ വെട്ടം കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ എന്താ, നമുക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി ഇതിൽ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. സിം ഇടുന്ന സ്റ്റീരിയോ ഒക്കെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വേരിയന്റിലുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സോങ് വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി കേൾപ്പിക്കാം കേട്ടോ. സെൻട്രൽ ലോക്ക് ഒന്ന് ഞാൻ ലോക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തു, ലോക്ക് ചെയ്തു, കണ്ടില്ലേ. ഡിക്കിയും വർക്ക് ചെയ്യും കേട്ടോ. അൺലോക്ക് ചെയ്തു, കണ്ടില്ലേ. ഇപ്പൊ ഇത്രയൊക്കെ തന്നെയാണ്. ഇത് മാത്രമല്ല, നമ്മൾ കീ ഓൺ ചെയ്ത ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ ലോക്ക് ആവും കേട്ടോ. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ നമ്മൾ കീ ഊരുമ്പോൾ ഓട്ടോമാറ്റിക് അൺലോക്ക് ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിയറിംഗ് കണ്ടില്ലേ, ഗ്രിപ്പൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി വിശക്കുമ്പോഴേക്കും സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടില്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കാർബൺ ഫൈബറിന്റെ ഒറിജിനൽ ടൈപ്പാണ് കേട്ടോ. നല്ല ജെല്ലി ആയിട്ട് വരുന്നതായിട്ടാണ്. ഇതിന്റെ ഫേക്കും ഉണ്ട്, ഇത് ഒറിജിനലാണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. സ്റ്റിയറിംഗും സ്റ്റിച്ച് ചെയ്തു. ഈ ലുക്കിൽ വന്നിട്ടുള്ളത് കണ്ടില്ലേ. അപ്പം അത്തരത്തിലുള്ള സ്റ്റിയറിംഗ് വന്നിട്ട് നമ്മൾ ആ ഒരു കവർ ഇടുമ്പോൾ തന്നെ അത്രയ്ക്കും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് യൂണിവേഴ്സൽ കേട്ടോ, എല്ലാ വണ്ടിക്കും സ്യൂട്ടബിൾ ആവും കേട്ടോ.